സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഷുറൻസിൻ്റെ ഇൻട്രഡക്ഷനെ കുറിച്ച് നോക്കി അല്ലേ. ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ പ്രത്യേകത എന്താ, ഏതെല്ലാം പാർട്ടീസ് അതിലുണ്ടാവുന്നു അല്ലേ, അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ടേംസ് എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കണ്ടായി. സോ നെക്സ്റ്റ് അടുത്ത് നോക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ്, ഇൻഷുറൻസിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് നോക്കാം. സോ ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു നെയിംലി പ്രൈമറി ഫങ്ഷൻ ആൻഡ് സെക്കൻഡറി ഫങ്ഷൻ. അല്ലെ, ബാങ്കിങ്ങിൻ്റെ കേസൊക്കെ നമ്മൾ നോക്കിയപ്പോൾ പ്രൈമറി ഫങ്ഷനും സെക്കൻഡറി ഫങ്ഷൻ നോക്കിയത്, അതുപോലെ ഇവിടെയും ഇൻഷുറൻസിലും പ്രൈമറി ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, സെക്കൻഡറി ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻ ഉണ്ട്. ക്ലിയർ? അപ്പോൾ അതിൽ ആദ്യത്തെ പ്രൈമറി ഫങ്ഷൻ എന്തൊക്കെയാണ്? സോ പ്രൈമറി ഫങ്ഷൻസ്, നമ്പർ 1, പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ. ഇൻഷുറൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. റിസ്കിനെതിരെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക, റിസ്കിനെതിരെ ഒരു ഹെഡ്ജായിട്ട് പ്രവർത്തിക്കുക, റിസ്കിനെതിരെ ഒരു കവറപ്പായിട്ട് പ്രവർത്തിക്കുക. ക്ലിയർ? അത്തരത്തിലൊരു പ്രൊട്ടക്റ്റീവ് കവറാണ് ഇൻഷുറൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. അതുകൊണ്ട് ദ ബേസിക് പർപ്പസ് ഓഫ് ടേക്കിംഗ് ഇൻഷുറൻസ് ഈസ് ടു ഗെറ്റ് സം കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ. ഏതൊട്ട് ദ പ്രൊട്ടക്ഷൻ ഓഫ് അല്ലേ, നമ്മൾ എക്കണോമിക് ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോസിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യുന്നു, പ്രോപ്പർട്ടീസ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഏത് തരത്തിലുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ സോ ദാറ്റ് ഈസ് പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ ഈസ് വൺ ഓഫ് ദി primary function of the insurance. So the most important function of insurance is to provide protection against the future risk, accidents, uncertainty. Clear? Then insurance cannot check the happening of such risk. അല്ലേ, ആക്സിഡൻറ്റ് കുറയ്ക്കാൻ ഇൻഷുറൻസ് കൊണ്ട് കഴിയില്ല. ക്ലിയർ? പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി, മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസ് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. ബട്ട് ക്യാൻ സർട്ടൻലി പ്രൊവൈഡ് ഫോർ ദ ലോസ് ഓഫ് ദ റിസ്കിൽ മുഖേന ഉണ്ടാകുന്ന ലോസിന് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ ഡെഫിനറ്റ്ലി പറ്റും. ക്ലിയർ? അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഈ രീതിയിൽ പ്രൊട്ടക്ഷൻ അല്ലേ, പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. സോ ഇൻഷുറൻസ് ഈസ് ആക്ച്വലി എ പ്രൊട്ടക്ഷൻ അഗൻസ്റ്റ് ദി എക്കണോമിക് ലോസ് ബൈ ഷെയറിങ് ദി റിസ്ക് വിത്ത് അതേഴ്സ്. അല്ലേ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ഓക്കെ, ഷെയറിങ് ഓഫ് റിസ്ക്, പൂളിംഗ് ഓഫ് റിസ്ക് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ റിസ്കിന് എന്ത് ചെയ്യുന്നു? കുറേ ആളുകളുടെ അല്ലേ, റിസ്ക്കുകൾ ജനറൽ നേച്ചറുള്ള ആൾക്കാരിൽ നിന്ന്, റിസ്ക് സിമിലർ കാറ്റഗറി ഓഫ് റിസ്ക്കുള്ള ആൾക്കാരിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ പൈസ നമ്മൾ സമാഹരിക്കുന്നു. ഈ പൈസ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ആർക്കാണോ റിസ്ക് വരുന്നത് അവർക്ക് എന്ത് ചെയ്യുന്നു? പേയ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഷെയറിങ് മെക്കാനിസം. നെക്സ്റ്റ് നമ്പർ 2, കളക്റ്റീവ് റിസ്ക് ബിയറിങ്. റിസ്ക് ബിയറിങ് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ കളക്റ്റീവ് ആയിട്ടുള്ള റിസ്ക് ബിയറിങ് ആണ്. ക്ലിയർ? അപ്പോൾ ഒരു 1000 പോളിസി ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ്, ഫോർ എക്സാമ്പിൾ ഫയർ ഇൻഷുറൻസ് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന 1000 പേരുണ്ടെങ്കിൽ അല്ലേ, ഫയർ ഇൻഷുറൻസിൻ്റെ ഫലമായിട്ട് വരാവുന്ന അല്ലെങ്കിൽ ഫയറിൻ്റെ ഫലമായിട്ട് വരാവുന്ന ലോസിനെ സംബന്ധിക്കുന്ന റിസ്ക് ഈ 1000 പേർക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവർ കളക്റ്റീവായിട്ട് ആ റിസ്ക് ബിയർ ചെയ്യുന്നു. പക്ഷേ ഫയർ എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് ചിലപ്പോൾ വരുന്നത് ഒരു വ്യക്തിക്കോ 2 വ്യക്തിക്കോ ആയിരിക്കാം. പക്ഷേ എല്ലാവർക്കും ഇതിൻ്റെ എക്സ്പോഷർ ഉണ്ടാവും അല്ലേ, ത്രെട്ട് ഉണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? എല്ലാവരും ഈ സിമിലറായിട്ട് വരുന്ന റിസ്ക് ക്ലാസ്സിൽ വരുന്ന ആളുകളുടെ അല്ലേ ഇടയിലേക്ക് ഈ റിസ്കിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നു? റിസ്കിനെ ഷെയർ ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് കളക്റ്റീവായിട്ടുള്ള റിസ്ക് ബിയറിംഗ് ആയിരിക്കണ്ട. സോ ഇൻഷുറൻസ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ഷെയർ ദ ഫിനാൻഷ്യൽ ലോസ് ആൻഡ് ഇറ്റ് ഈസ് എ മീഡിയം ത്രൂ വിച്ച് few losses are divided among large number of people. So all the insured add a premium towards a fund, and out of which the person whose specific risk is paid off. ഈ രീതിയിൽ വളരെ കൂടുതൽ ആൾക്കാർ ചെറിയ ചെറിയ എമൗണ്ട് വീതം എന്ത് ചെയ്യുന്നു? ഫണ്ടിലേക്ക് കൊടുക്കുന്നു. ആ ഫണ്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ലോസ് സംഭവിച്ചുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? പേയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കളക്റ്റീവ് ആയിട്ടുള്ള റിസ്ക് ടേക്കിംഗ് മെക്കാനിസമാണ് എന്ത് പറയുന്നത്? നമ്മുടെ ഇൻഷുറൻസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ദാറ്റ് ഇസ് വൈ ദ ഫങ്ഷൻ ഈസ് കളക്റ്റീവ് റിസ്ക് ബിയറിംഗ്. ഇവാലുവേറ്റിംഗ് റിസ്ക് അല്ലേ, റിസ്കിനെ നമ്മൾ അസസ്മെൻറ്റ് ചെയ്യാതെ ഇവാലുവേറ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലേ, അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല ഇൻഷുറൻസ് ബിസിനസ് ചെയ്യാനും പറ്റില്ല. ക്ലിയർ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇൻഷുറൻസിൽ വരാവുന്ന റിസ്കിനെ കുറിച്ച് എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. സോ ഇൻഷുറൻസ് ഫിക്സസ് likely volume of risk by assessing the diverse factors such as that gives
that give rise to the risk, and risk is the basis for ascertaining the premium rate as well. അപ്പോൾ റിസ്കിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് പ്രീമിയം ഒക്കെ ഫിക്സ് ചെയ്യപ്പെടുക. ക്ലിയർ? ചില കേസ് നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും അല്ലേ, റിസ്ക് അസസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേരളത്തിലുള്ള വെഹിക്കിൾസിന് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് പ്രീമിയം വളരെ കൂടുതലാണ്. ബട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മോട്ടോർ വെഹിക്കിൾ പ്രീമിയം ഇൻഷുറൻസ് പ്രീമിയം കുറവാണ്. എന്താ കാരണം? റിസ്കിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ റോഡുകളുടെ പ്രത്യേകത അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആക്സിഡൻറ്റ് പ്രോൺ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കൂടുതൽ ആക്സിഡൻറ്റ് സംഭവിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് കമ്പനികൾ കേരളത്തിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം ഫിക്സ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തൊരു ഹയർ റേറ്റ് ആയിരിക്കും കേരളത്തിലുള്ള വെഹിക്കിൾസിന് ഫിക്സ് ചെയ്യുക. എന്താ കാരണം? ഈ റിസ്ക് അസസ്മെൻറ്റ് അല്ലെങ്കിൽ റിസ്ക് ഇവാലുവേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്ലിയർ? അപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റിസ്ക് എന്തുമാത്രം രീതിയിൽ വരുന്നു എന്ന് നോക്കുന്നു, അനലൈസ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിസ്കിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, പ്രീമിയം എമൗണ്ട് നിശ്ചയിക്കുക. ക്ലിയർ? റിസ്ക് കൂടുതലാണെങ്കിൽ പ്രീമിയം കൂടും, റിസ്ക് കുറവാണെങ്കിൽ പ്രീമിയം കുറയും. ക്ലിയർ? ഓക്കെ. So that is why evaluating risk is one of the primary function. Then providing certainty, it provides some kind of certainty. Like insurance is a device which assists in changing uncertainty into a certainty. Like ഭാവിയിൽ വരാൻ സാധ്യതയുള്ള അൺസർട്ടനിറ്റിയെ നമുക്ക് സെർട്ടനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ മെക്കാനിസമാണ് എന്ത്, ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ കഴിയുന്നു? കാരണം നമുക്കറിയാം ലോസ് സംഭവിച്ചാൽ എത്ര വരും നമുക്കറിയാം. ലോസ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും അല്ലേ, നമുക്കതും അറിയാൻ പറ്റും അല്ലേ. നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സം അഷ്യൂർഡ് കിട്ടും. സോ എത്രമാത്രം ലോസ് ഉണ്ടാവും എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. ക്ലിയർ? കാരണം ഒരു ഇൻഷുർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ ലോസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 1 lakh rupees സ്റ്റോക്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ട്, ഫയർ ഇൻഷുറൻസ് എന്ന് വിചാരിക്കുക. 1 ലക്ഷം രൂപയുടെ സ്റ്റോക്കേ നമ്മുടെ ഗോഡൗണിലുള്ളൂ അല്ലേ. 1 ലക്ഷം രൂപയുടെ നഷ്ടം, സ്റ്റോക്ക് മുഴുവൻ കത്തിപ്പോയാലും നമുക്ക് എന്ത് കിട്ടും? ആ 1 ലക്ഷം രൂപ കിട്ടും, നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒരു അൺസർട്ടനിറ്റി, നാളെ എന്ത് സംഭവിക്കും, എത്ര നഷ്ടം വരും നമുക്ക് അറിയാത്തൊരു കാര്യത്തെ നമുക്ക് സെർട്ടനിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റും. ക്ലിയർ? അതുപോലെ തന്നെ ഇപ്പോൾ 2 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ഇൻഷൂർ ചെയ്തുള്ളൂ, 1 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ പകുതി ശതമാനമേ നമുക്ക് കിട്ടുള്ളൂ, 50% കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മുൻകൂട്ടി ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ? സോ വാട്ട് വിൽ ബി ദ എക്സ്റ്റെൻറ്റ് ഓഫ് ലോസ് ആൻഡ് വാട്ട് ഷാൽ ബി അവർ പോർഷൻ ഓഫ് ദി ലോസ്. ക്ലിയർ? എത്ര ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്നതുകൊണ്ട് ഇറ്റ് പ്രൊവൈഡ് സം കൈൻഡ് ഓഫ് സെർട്ടനിറ്റി. സോ ദീസ് ആർ ഓൾ ദി പ്രൈമറി ഫംഗ്ഷൻ. സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി ഫംഗ്ഷൻ. ഇതിന് ആൻസലറി ആയിട്ട് വരുന്ന ഫങ്ഷൻസ് ആണ് ഇത്. ക്ലിയർ? സോ ദാറ്റ് ഈസ് നമ്പർ 1, പ്രിവെൻറ്റിംഗ് ലോസസ്, ലോസ് പ്രിവെൻറ്റ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇൻഷുറൻസ് വാണ്ട്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ്മാൻ ടു ഹാവ് suitable devices to prevent unfortunate after effects of the risk by observing safety instructions, installation of automatic sparkler or alarm system etc. Clear? അപ്പോൾ ഈ രീതിയിൽ റിസ്കിൻ്റെ അളവ് ക്ലിയർ, അത് ലോസസ് കുറയ്ക്കുന്നതിന് വേണ്ടി, അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്തേ പറ്റൂ. അപ്പോൾ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ തന്നെ ഇൻഷുറൻസ് കമ്പനി പറയും, ക്ലിയർ, നിങ്ങളുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫയർ ഇൻഷുറൻസ് ആണ് എടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ പറയും നിങ്ങളുടെ പ്രിമിസസിൽ ഫയർ ഇൻഷുറൻസിൻ്റെ എക്സ്റ്റിങ്ക്യൂഷർ വെച്ച്, ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വെച്ചിട്ടുണ്ടോ, ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഫയർ സേഫ്റ്റി ഡിവൈസസ് വെച്ചിരിക്കുന്നത്, ഫയർ സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പെസിഫിസിറ്റി അല്ലെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതില്ല എങ്കിൽ പ്രീമിയം അതിനനുസരിച്ച് കൂടും. അതൊക്കെ ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ പ്രീമിയം അത്രയും കുറയും. ക്ലിയർ? അപ്പോൾ പ്രിവെൻറ്റീവ് ലോസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് എടുക്കാൻ ഇൻഷുറൻസ് കമ്പനി ശ്രദ്ധിക്കും. മാത്രമല്ല നമ്മുടെ അടുത്ത് അത് ആവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെട്ട് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അവർ ഇൻഷുറൻസ് ചെയ്തു തരുള്ളൂ. ക്ലിയർ? അപ്പം അതുകൊണ്ട് പരമാവധി റിസ്കിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലേ. ഒരു കള്ളന്മാരൊക്കെ വന്ന് എന്തെങ്കിലും മോഷ്ടിക്കുകയാണെങ്കിൽ അല്ലേ, ബർഗ്ലറി അലാം ഉണ്ട്. അപ്പോൾ ബർഗ്ലറി ഒരു ഇൻഷുറൻസ് പോളിസി നമുക്ക് എടുക്കാം, അത്തരത്തിലുള്ളൊരു ഇൻഷുറൻസ് എടുക്കാം. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത്, തെഫ്റ്റ് വരുന്ന സമയത്ത് അതിന് അലാം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സൈറൺ അല്ലേ, അതിന് അലാം സിസ്റ്റം ഉണ്ട്, അത് വയ്ക്കാനുള്ള ആവശ്യപ്പെടുന്നവർ. ക്ലിയർ? അതുപോലെ തന്നെ ഫയർ വരികയാണെങ്കിൽ അല്ലേ, ഗ്യാസ് സ്പ്രേ ചെയ്യുന്നതിന് ആവശ്യമുള്ള സ്പാർക്കിൾ. ക്ലിയർ? അതുപോലെ തന്നെ എക്സ്റ്റിങ്ക്യൂഷർ ഇത് വെച്ചിട്ടുണ്ടോ നോക്കും. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ സേഫ്റ്റി ഡിവൈസസ് ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഷുറൻസ് എടുക്കുക. അപ്പോൾ പ്രിവെൻഷൻ, ലോസ് പ്രിവെൻറ്റ് ചെയ്യാതിലൂടെ കഴിയും. അതൊരു സെക്കൻഡറി ഫംഗ്ഷനായിട്ട് പറയാം. Next one is covering large risk with a small capital.
ക്ലിയർ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, കവറിങ് ലാർജർ റിസ്ക് വിത്ത് സ്മോൾ ക്യാപിറ്റൽ. ചെറിയ ക്യാപിറ്റൽ അല്ലേ ലാർജർ ആയിട്ടുള്ള റിസ്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുന്നു. ക്ലിയർ. So insurance relieves the businessman from security investments. This is done by paying a small amount of premium using a large risk and uncertainty. അല്ലേ, ഒരു ഫേമിൽ ഒരു അൺഫോർസീൻ ആയിട്ടുള്ള ഒരു ഈവൻറ്റ് സംഭവിക്കാൻ, ഫയറോ ലോസ് ഒക്കെ വരികയാണെങ്കിൽ ഉണ്ടാകുന്ന വലിയൊരു നഷ്ടം, ഹ്യൂജ് ആയിട്ടുള്ള ലോസ് ആൻഡ് അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്, അത് അവോയ്ഡ് ചെയ്യാൻ, അതിനെ റിഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, ചെറിയൊരു പ്രീമിയം കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതുവഴി അല്ലേ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ. Then number 3, helps in developing the larger industries. അല്ലേ, എന്തിനു കൂടെ സഹായിക്കുന്നുണ്ട്, ഇൻഷുറൻസ് പ്രൊവൈഡ്സ് an opportunity to develop to those larger industries which have more risk in their setting up. ക്ലിയർ. ലാർജർ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള റിസ്ക് എക്സ്പോഷർ ഉണ്ടാവും. അല്ലേ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലാണ്. അസറ്റ്സും ഫിക്സഡ് അസറ്റ്സും മെഷീനറിയും പ്ലാന്റും അല്ലേ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റവും ഇലക്ട്രിക് ആയിട്ട് പ്രവർത്തിക്കുന്ന മെഷീനറീസും എക്യുപ്മെൻസും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ സാധ്യത വളരെ കൂടുതൽ, റിസ്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓർഗനൈസേഷനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കാൻ ഇൻഷുറൻസ് ഒരു പ്രധാനപ്പെട്ട എസെൻഷ്യൽ ആയിട്ടുള്ള ഘടകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് വൈ കവറിങ് ലാർജർ റിസ്ക് വിത്ത് സ്മാൾ ക്യാപിറ്റൽ ആസ് വെൽ ആസ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ലാർജർ ഇൻഡസ്ട്രി. ലാർജർ ഇൻഡസ്ട്രീസിനെ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ക്യാപിറ്റൽ. അല്ലേ, ഇൻഷുറൻസ് എന്തുകൂടെ ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻഷുറൻസ് പ്രൊവൈഡ്സ് ക്യാപിറ്റൽ വിച്ച് ഈസ് എസെൻഷ്യൽ ടു ദി എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി നേഷൻ. എന്ത് ആർക്കുള്ള ക്യാപിറ്റലാണ്? സോ ക്യാപിറ്റൽ ഫോർ ദി ഇൻഡസ്ട്രീസ്, ക്യാപിറ്റൽ ഫോർ ദി ഗവൺമെൻറ്, ക്യാപിറ്റൽ ഫോർ ദി ഗവൺമെൻറ് ഓർഗനൈസേഷൻ. അല്ലേ, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കടം വേണമെന്ന് വിചാരിക്കുക, പൈസ വേണമെന്ന് വിചാരിക്കുക, അവർ സെക്യൂരിറ്റീസ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പൈസ സമാഹരിക്കും. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനും GIC ഒക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ നേരത്തേക്ക്, ഇപ്പോഴൊക്കെ പ്രൈവറ്റൈസേഷൻ വന്നതോടുകൂടി അതിൻ്റെ നേച്ചറൊക്കെ കുറഞ്ഞു, ഇൻറ്റൻസിറ്റി ഒക്കെ കുറഞ്ഞു. പക്ഷേ എങ്കിലും കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ, ഒരു 10 വർഷം 15 വർഷം മുമ്പ് വരെ മിക്കവാറും ഗവൺമെൻറ്റിന് ഒരു ടെമ്പററി നീഡ്സ് വന്നു കഴിഞ്ഞാൽ ആരെയാണ് സമീപിക്കുക? ഈ വലിയ തരത്തിലുള്ള LIC GIC പോലുള്ള ഓർഗനൈസേഷനെ സമീപിക്കുക. അവരുടെ കൈവശം വളരെ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ക്യാഷ് ഉണ്ടാവും. അത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ടോ ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുത്തിട്ടോ എന്ത് ചെയ്യും, വാങ്ങിക്കും. അപ്പോൾ ആ രീതിയിൽ ടെമ്പററി അഡ്വാൻസ് ഒക്കെ കൊടുത്ത് നേഷൻ ബിൽഡിങ്ങിന്, രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ആവശ്യമായുള്ള ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതും ഒരു സെക്കൻഡറി ആയിട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിനെല്ലാം പുറമേ വേറെയും ചില ഫങ്ഷൻസ് കൂടെ അവർ പെർഫോം ചെയ്യുന്നു. സോ ദേ ആർ കോൾഡ് ആസ് അതർ ഫങ്ഷൻസ്. Number 1, it is a savings and investment tool. അല്ലേ, ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു റിസ്ക് കവറിനുള്ള ഒരു പ്രൊട്ടക്ഷൻ മാത്രമല്ല, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ഇറ്റ് ആക്ട് ആസ് എ സേവിങ് ഇൻസ്ട്രുമെൻറ്റ്, സേവിങ് അസറ്റ്സ്. അല്ലേ, നിങ്ങൾ ഫിനാൻഷ്യൽ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഇൻസ്ട്രുമെൻസിനെ കുറിച്ച്, ഫിനാൻഷ്യൽ അസറ്റ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലേ, ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, അതുപോലെ തന്നെ ഡെപ്റ്റ്, ഡിബഞ്ചർ, അതിനോടൊപ്പം തന്നെ വരുന്നതാണ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ, ഇൻഷുറൻസ് പോളിസി, പ്രോവിഡൻറ്റ് ഫണ്ട് സ്കീമുകൾ. ഇതെല്ലാം എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, സേവിങ്സ് ഹാബിറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഡിവൈസായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്കൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെ, ഒരു സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ സേവ് ചെയ്യാൻ പറ്റുന്ന സ്കീമുകളുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള സ്കീമുകളുണ്ട്. അല്ലേ, മാർക്കറ്റ് ലിങ്ക്ഡ് സ്കീംസ് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. അല്ലേ, ULIP എന്നൊക്കെ പറയും, യൂണിറ്റ് ലിങ്ക്ഡ് മാർക്കറ്റ് പ്ലാൻ എന്ന് പറയും. ഓക്കെ, എന്താ ULIP? യൂണിറ്റ് ലിങ്ക്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഓക്കെ, അല്ലെങ്കിൽ യൂണിറ്റ് ലിങ്ക്ഡ് മാർക്കറ്റ് പ്ലാൻ. മാർക്കറ്റ് ലിങ്ക്ഡ് മ്യൂച്വൽ ഫണ്ട് സ്കീം. അപ്പം ഇങ്ങനെയുള്ള കുറേയധികം പോളിസീസ് ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഈ എമൗണ്ട്, ചെറിയ എമൗണ്ട് ഓരോ മാസവും കളക്ട് ചെയ്ത ശേഷം അത് ഷെയർ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റിട്ടേൺ എന്ത് ചെയ്യും, നമ്മുടെ ഈ പോളിസി എടുത്തിരിക്കുന്ന പോളിസി ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്ന ഏർപ്പാടുണ്ട്. അപ്പോൾ അങ്ങനെ ULIP പോളിസീസ് എന്നൊക്കെയാണ് അതിനെ പറയുക. അല്ലെങ്കിൽ മാർക്കറ്റ് ലിങ്ക്ഡ് പോളിസീസ് എന്ന് പറയും. അതല്ലാതെയും പോളിസികളുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള പോളിസികളുണ്ട്. ഓക്കെ, പെൻഷൻ സ്കീംസ് പ്രൊവൈഡ് ചെയ്യുന്ന പോളിസികളുണ്ട്. ഓക്കെ, ആനുവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന പോളിസികളുണ്ട്. ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സ് ഒക്കെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇതൊരു വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഇൻഷുറൻസ് ഈസ് ദ ബെസ്റ്റ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ
restricting unnecessary expenses of the insured. Clear? So people take up insurance as a good investment option and they are also selected. Clear? മാത്രമല്ല ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് മാത്രമല്ല, നമുക്കറിയാം നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ഇതിൽ നിന്ന് ഇൻഷുറൻസ് പോളിസിയിൽ നിന്നും കിട്ടുന്ന റിട്ടേൺ അല്ലേ, വരുമാനം, അതെന്താണ്, അത് അതിൻ്റെ മെച്യൂരിറ്റി ആയിട്ട് പൈസ കിട്ടുകയാണെങ്കിൽ അത് ടാക്സ് ഫ്രീ ആണ്, ടാക്സ് എക്സംപ്റ്റഡ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും ഇൻഷുറൻസ് പ്രീമിയം ആയിട്ട് അടയ്ക്കുന്ന, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്ന പൈസ ATC അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഒരു ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഐറ്റം ആയിട്ടാണ് വരിക. അപ്പം ഇങ്ങനെയുള്ള ഒട്ടനവധി അഡ്വാൻറ്റേജും ഉണ്ട്. ദെൻ മീഡിയം ഓഫ് ഏർണിംഗ് ഫോറിൻ എക്സ്ചേഞ്ച്. ഇതെന്തുകൂടെ സഹായിക്കുന്നു, ഇറ്റ് ആക്ട് ആസ് a device for earning foreign exchange. So any country can earn foreign exchange by way of issue of marine insurance policies at different other ways. Clear? അപ്പോൾ നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നതിന് ഇവിടുന്ന് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൈസ എക്സ്പോർട്ടിന് വേണ്ടി വരുന്ന ഷിപ്പ് പോകുന്ന സമയത്ത് മറൈൻ ഇൻഷുറൻസ് ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കാർഗോ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ, ഹൾ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ എന്ത് സംഭവിക്കും, ഇതിൽ നിന്നും കിട്ടുന്ന ഇൻഷുറൻസ് റവന്യൂ ഒക്കെ ഫോറിൻ എക്സ്ചേഞ്ചിലായിരിക്കും കിട്ടുക. അതുകൂടെ ആഡപ്പ് ചെയ്തിട്ടായിരിക്കും അവരുടെ എക്സ്പോർട്ട് വാല്യൂ അല്ലെങ്കിൽ ബില്ല് കൊടുക്കുക. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും, അത്രയും ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് ഇതിലൂടെ കിട്ടാൻ സഹായിക്കും. ക്ലിയർ? ദെൻ റിസ്ക് ഫ്രീ ട്രേഡ്. Insurance boosts export insurance, making foreign exchange trade free of risk with the help of different type of policies under marine. അപ്പോൾ മറൈൻ ഇൻഷുറൻസിൻ്റെ കേസസിൽ പ്രത്യേകിച്ചും, ഇപ്പോൾ മറൈൻ ഇൻഷുറൻസ് മാത്രമല്ല എയർ കാർഗോയ്ക്കും ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ റിസ്ക് കവർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നേരത്തേക്കാണ് ഒരു ഷിപ്പ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ എത്തുന്നവരെ പേടിയാണ്. ഇതാ കാരണം ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, ഷിപ്പ് എവിടെ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിലോ അങ്ങനെയുള്ള യാതൊരു പേടിയില്ലാതെ തന്നെ ട്രേഡ് ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ വളരെ കൂടുതൽ നടത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ അതർ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാം. So next one is purpose and need of insurance. So what are the purpose and need of insurance? Why we require insurance? What is the purpose of taking insurance policy? So the need of insurance arises out of risk. We all run on the course of living in our daily life, and we are facing some amount of risk, directly or indirectly. So our lives are constantly danger through accident, illness, അതുപോലെ തന്നെ ഓക്യുപ്പേഷൻ, അൺഎംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ, ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട്, അതുപോലെ പ്രോപ്പർട്ടിക്ക് വരുന്ന ഡാമേജ്, ലോസ്, ഇതിൻ്റെയൊക്കെ ഫലമായിട്ടൊക്കെ ഇത് സംഭവിക്കാം, നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെല്ലാം കവറപ്പ് ചെയ്യുന്ന, ഹെഡ്ജ് ചെയ്യുന്ന അതിനെല്ലാം അതിൻ്റെ എക്കണോമിക് ലോസിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുന്ന ഒരു മെഷർ ആണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാമേജ് റിഡക്ഷൻ, ഡാമേജ് കൺട്രോൾ എക്സസൈസ് അല്ലെങ്കിൽ റിസ്ക് റിഡക്ഷൻ എക്സസൈസ് ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, ഇൻഷുറൻസിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വലിയൊരു കോസ്റ്റ്, നമുക്ക് ഹെവി ആയിട്ടുള്ളൊരു കോസ്റ്റോ അല്ലെങ്കിൽ ലോസോ വരുന്നതിനെ നമുക്ക് കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് അതിനെ മാറ്റാൻ പറ്റും. സോ ദ പോസിബിലിറ്റി ഓഫ് ബീയിങ് സ്യൂഡ് ഫോർ ഡാമേജസ്. അതുപോലെ തന്നെ ഇൻഷുറൻസിൽ ഇപ്പോൾ അഥവാ നമ്മൾ ഇൻഷുറൻസ് ചെയ്തു, അതിൻ്റെ പ്രീമിയം, അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടിയില്ല, ക്ലെയിം കിട്ടിയില്ല, നമുക്ക് കേസ് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ പോലും ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു എഗ്രിമെൻ്റ്, കോൺട്രാക്റ്റ് ആയതുകൊണ്ട്, ഇൻഷുറൻസ് എന്ന പോളിസി എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്റ്റ് ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഓബ്ലിഗേഷൻസ് ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈടാക്കാനുള്ള ലീഗൽ പ്രൊവിഷൻ, ലീഗൽ പ്രൊട്ടക്ഷൻ പോലും ഉണ്ട്. കോൺട്രാക്റ്റ് ആക്ട് അനുസരിച്ചിട്ടുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ കൂടെ കിട്ടും. Then people have steady savings for security, and likewise there is a need for eliminating risk, and people want to reduce or eliminate risk. മാത്രമല്ല ഇവിടെ പറഞ്ഞിട്ടുള്ള എലിമിനേറ്റ് റിസ്ക് എന്നുള്ളത് പോസിബിൾ അല്ല. We cannot eliminate risk altogether, but we can reduce it. So for that purpose they will try to transfer their risk to someone else who is ready to take up. അത് ഇൻഷുറൻസ് കമ്പനിയാണ്. അങ്ങനെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന ഇൻഷുറൻസ് കമ്പനി. അപ്പം എന്ത് ചെയ്യുന്നു, വ്യക്തികൾ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾ അവർക്കുണ്ടാവുന്ന റിസ്കിനെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് കൂടെ ഷെയർ ചെയ്യുന്നു. സോ ഈ രീതിയിൽ വരുന്ന സമയത്ത്
റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് കഴിയും. സോ ഇൻ ഓൾഡൻ ടൈംസ് ഇൻഡിവിജ്വൽസ് പൊസിഷൻസ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. ക്ലിയർ? So trade was done on the basis of the simple barter system, and the life of people was short-lived. ഇപ്പം അങ്ങനെയാണോ? എല്ലാം മാറി അല്ലേ? ബാർട്ടർ സിസ്റ്റം ഒക്കെ എന്നോ നമ്മൾ ഇല്ലാതായിട്ട് മാറി. കറൻസി സിസ്റ്റം വന്നു, ട്രേഡുകളൊക്കെ വളരെ കൂടി, ലോക്കൽ മാർക്കറ്റുകളൊക്കെ വികസിച്ച് അല്ലേ, അത് വലിയ വലിയ പ്രദേശങ്ങളിലായിട്ട് അല്ലേ, സെൻറ്റർ സ്പെസിഫിക് ആയിട്ടുള്ള, ടൗൺ സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റുകളായിട്ട് മാറി, നാഷണൽ മാർക്കറ്റുകളായിട്ട് മാറി. നാഷണൽ മാർക്കറ്റുകൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റായിട്ട് മാറിയിരിക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് നേരത്തെയൊക്കെ വളരെ കുറവാണെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറി അല്ലേ. 85 ഇയേഴ്സ് 90 ഇയേഴ്സ് വരെയൊക്കെ ലൈഫ് എക്സ്പെക്റ്റൻസി വരുന്ന സാഹചര്യം ഉണ്ടായി. ഓക്കെ. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ. So the growth of commerce and industry, introduction of money system and exchange lead to the society as a complicated one. അങ്ങനെയാണെങ്കിൽ ലൈഫ് ഈസ് ബിക്കം റിസ്കിയർ അല്ലേ. കുറേയധികം എക്കണോമിക് ആക്ടിവിറ്റി, കുറേയധികം ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റി വന്നിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ എക്കണോമിക് ആക്ടിവിറ്റി കൂടുന്തോറും ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ മൂവ്മെൻറ്റും ഒക്കെ കൂടുന്തോറും അല്ലേ, റിസ്ക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള റിസ്ക്കും കൂടും, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിസ്ക് കൂടും അല്ലേ, ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു പ്രൊട്ടക്റ്റീവ് മെഷറായിട്ടാണ് നമുക്ക് ഇൻഷുറൻസ് വരുന്നത് അല്ലേ. നേരത്തെയൊക്കെയാണെങ്കിൽ പണ്ട് കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ അല്ലേ, ഷിപ്പുകളും അല്ലെങ്കിൽ സ്റ്റീം ഷിപ്പുകളും ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെയാണോ? അല്ല അല്ലേ. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള അല്ലേ, അതുപോലെ തന്നെ കണ്ടംപററി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂവൽ അല്ലേ, പെട്രോളിയം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള, പെട്രോൾ ഡീസൽ അല്ല, ആ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഷിപ്പും അല്ലേ, മറൈൻ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ട്രേഡ് വളരെയധികം കൂടി. ക്ലിയർ? രാജ്യങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല WTO ഒക്കെ എമർജൻസിയോടുകൂടി, ഗ്ലോബലൈസേഷനൊക്കെ വരവോടുകൂടി നമുക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ലോക്കൽ മാർക്കറ്റ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഗ്ലോബൽ മാർക്കറ്റായിട്ട് മാറിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ അഡ്വാൻസ്മെൻറ്റോടുകൂടി, ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷനൊക്കെ മാറിയതോടുകൂടി എന്തായിട്ട് മാറി? ഒരു ഗ്ലോബൽ മാർക്കറ്റ്, ഗ്ലോബൽ വില്ലേജ് ആയിട്ട് തന്നെ മാറുന്നു. ക്ലിയർ? അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള റിസ്ക്കും എക്സ്പോഷറും നമുക്ക് വരുന്നുണ്ട് എന്നർത്ഥം. ക്ലിയർ? സോ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ എന്ത് വേണം? വി റിക്വയർ സം കൈൻഡ് ഓഫ് ഡിവൈസസ്. ആ ഡിവൈസസ് എന്ന് പറയുന്നത് എന്താ? അത് ഇൻഷുറൻസ് ആണ്. ക്ലിയർ? അപ്പോൾ നേരത്തെ ഉണ്ടായിരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള റിസ്ക് ഇപ്പോഴത്തെ ബിസിനസ്മാൻ ഫേസ് ചെയ്യേണ്ടി വരുന്നു. ബിക്കോസ് ഓഫ് അല്ലേ, അവരുടെ നേച്ചർ ഓഫ് ബിസിനസ്, വോള്യൂം ഓഫ് ബിസിനസ്, ലെവൽ ഓഫ് ആക്ടിവിറ്റി. ക്ലിയർ? അവർ കൈകാര്യം ചെയ്യുന്ന പ്രോഡക്റ്റ്, ഇപ്പോൾ നേരത്തെയുള്ള പ്രോഡക്റ്റുകൾ ഇന്നത്തെ പ്രോഡക്റ്റ് നോക്കി കഴിഞ്ഞാൽ വലിയ വലിയ വ്യത്യാസമുണ്ട് അല്ലേ. അതുപോലെ തന്നെ നേരത്തെയുള്ള ഓട്ടോമേഷൻ ഇപ്പോഴുള്ള ഓട്ടോമേഷൻ നോക്കി കഴിഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ട്. നേരത്തെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോഴുള്ള ട്രാൻസ്പോർട്ടേഷൻ നോക്കുമ്പോൾ വളരെ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ക്ലിയർ? ഇതിങ്ങനെ ബിസിനസ്സും ഇൻഡസ്ട്രീസും കോമേഴ്സും ട്രേഡും ഒക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് അല്ലേ, ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾക്കും ഫേമുകൾക്കും എൻറ്റിറ്റീസിനും വരുന്ന റിസ്ക്കും വർദ്ധിക്കുന്നുണ്ട്. ക്ലിയർ? അതുപോലെ തന്നെ നേരത്തെ ക്യാഷ് സൈറ്റ്സ് മാത്രമാണെങ്കിൽ ഇപ്പോൾ ക്രെഡിറ്റ് സൈറ്റ്സ് കൂടെ വന്നു. അപ്പോൾ റിസീവബിൾസ്, ബാഡ് ഡെറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ലോസ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്, റിസ്ക് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള മെഷേഴ്സ്, ഡിവൈസസ് അതുപോലെ ഇപ്പോൾ വേണ്ടി വരുന്നു. ഓക്കെ. സോ ഈ രീതിയിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനനുസരിച്ച് ഇൻഷുറൻസ് എന്ത് ചെയ്യേണ്ടി വരുന്നു? പുതിയ മേഖലകളിലേക്കും പുതിയ തരത്തിലുള്ള ഇൻഷുറൻസുകളിലേക്കും പോളിസികളിലേക്കും ഒക്കെ കടക്കേണ്ടതായിട്ട് വരുന്നു. സോ റിസ്ക് കൂടുന്നതിനനുസരിച്ച് പ്രീമിയം എന്ത് ചെയ്യും? അതിനനുസരിച്ച് അല്ലേ, റിസ്ക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക ഇൻഷുറൻസ് കമ്പനിക്ക്, ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിസ്കിൻ്റെ എലമെൻറ്റോ എക്സ്റ്റെൻറ്റോ എക്സ്പോഷറോ കൂടുന്നതിനനുസരിച്ച് കൂടുതലായിട്ടുള്ള ഹയർ ആയിട്ടുള്ള ഒരു പ്രീമിയം നമ്മൾ ഇൻഷുറൻസ് കമ്പനികൾ നമ്മുടെ നിന്നും ചാർജ് ചെയ്യും. റിസ്ക് കുറവാകുകയാണെങ്കിൽ അല്ലേ, അതിനനുസരിച്ച് പ്രീമിയം എന്ത് ചെയ്യും? കുറയാനുള്ള സാഹചര്യമുണ്ട്. ക്ലിയർ? അതുപോലെ തന്നെ ഇൻഷുറൻസ് കേസസിലൊക്കെ നമുക്കറിയാൻ പറ്റും, ഇൻഷുറൻസ് വന്നിരിക്കുന്ന നഷ്ടം അല്ലേ, ഇൻഷുർ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടീസിൻ്റെ നഷ്ടം അല്ലേ, അത് വെഹിക്കിൾ ആയിക്കോട്ടെ, ഓട്ടോമൊബൈൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫയർ സംഭവിച്ചിട്ട് ഒരു ഗോഡൗൺ നശിച്ചു പോയതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് വന്നിരിക്കുന്ന അല്ലേ നഷ്ടമായിക്കോട്ടെ, ഇതിനൊക്കെ എന്ത് ചെയ്യണം? അസസ്മെൻറ്റ് ചെയ്യണം. എത്രയാണ് എക്സ്റ്റെൻഡ് ഓഫ് ലോസ് എന്ന് അസസ് ചെയ്യണം. അപ്പോൾ നേരത്തേക്കാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ സ്റ്റാഫ് മാത്രം വന്ന് ചെയ്യാൻ മതിയായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതെന്തല്ല പോസിബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? ഇതിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു മേഖല തന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പേർട്ടുകൾ തന്നെ ഉണ്ട്. ക്ലിയർ? സോ ദേ ആർ കോൾഡ് എ സർവേയേഴ്സ്.
ക്ലിയർ. ആക്ച്വറീസ് ആൻഡ് സർവേയേഴ്സ്, വാല്യുവേഴ്സ് എന്നൊക്കെയാണ് പറയുക. ക്ലിയർ. ഇപ്പോൾ വാല്യുവേഷൻ, സർവേലൻസ് അല്ലെങ്കിൽ സർവേ, ഓക്കെ, സർവേയേഴ്സ്, അതുപോലെ തന്നെ ആക്ച്വറിയൽ വാല്യുവേഷൻ, ഇതൊക്കെ നമ്മൾ നേരത്തെ ഈ ചെറിയ ടേംസ് ഒക്കെ പഠിച്ചാണ്. അപ്പോൾ ഈ രീതിയിൽ അവരുടെ ഒരു എക്സ്പേർട്ട് അസസ്മെൻ്റ് ഒക്കെ കൊണ്ടാണ് റിസ്കിൻ്റെ നേച്ചർ എത്രയാണെന്ന് ഇൻഷുറൻസ് കമ്പനികൾ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി ലൈസൻസ്ഡ് ആയിട്ടുള്ള സർവേയേഴ്സും ലൈസൻസ്ഡ് ആയിട്ടുള്ള വാല്യുവേഴ്സും ലൈസൻസ്ഡ് ആയിട്ടുള്ള ആക്ച്വറീസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വാല്യുവേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റിസ്കിൻ്റെ എക്സ്റ്റെൻഡ്, ലോസിൻ്റെ എക്സ്റ്റെൻഡ് ഒക്കെ എന്ത് ചെയ്യുക, തിട്ടപ്പെടുത്തുക. ക്ലിയർ. അതിനനുസരിച്ചിട്ടായിരിക്കും കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ക്ലെയിമുകൾ സെറ്റിൽമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ക്ലെയിം വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇൻഷുർഡ് ആയിട്ടുള്ള വ്യക്തി അവർ ക്ലെയിം ഫോം ഫില്ല് ചെയ്യണം. ഒരു ഫോമിൽ അല്ലേ ഇന്നത് സംഭവിച്ചിട്ടുണ്ട്, അതിനെ ഇൻറ്റിമേറ്റ് ചെയ്യുന്നതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് സഹിതം ഇൻഷുറൻസ് കമ്പനി അറിയിക്കണം. ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും, ഈ വാല്യുവേഴ്സിനെയോ സർവേയേഴ്സിനെയോ അല്ലെങ്കിൽ ആക്ച്വറിയൽ വാല്യുവേഴ്സിനെ അയച്ച് അവർ വാല്യൂ ചെയ്യിക്കും. ക്ലിയർ. അസസ്മെൻറ്റ് ചെയ്യിക്കും. ഇതിൻ്റെ കോസ് എന്താണ്, എന്തുകൊണ്ട് സംഭവിച്ചു, ഇത് ഇൻഷുർ ചെയ്തിരിക്കുന്ന കാരണത്തിൽ തന്നെ വരുന്നതാണോ അതോ അൺഇൻഷുറബിൾ ആയിട്ടുള്ള വേറെ ഒരു കാരണം കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ലോസിൻ്റെ നേച്ചർ, ടൈപ്പ്, ഇതൊക്കെ മനസ്സിലാക്കി ഇനി ഇൻഷുറബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണെങ്കിൽ എത്രയാണ് എക്സ്റ്റെൻഡ് ഓഫ് ലോസ് നോക്കി അത് അതിൻ്റെ റിപ്പോർട്ട് ആർക്ക് നൽകുന്നു, ഇൻഷുറൻസ് കമ്പനിക്ക് നൽകുന്നു. ഇങ്ങനെ ഇൻഷുറൻസ് കമ്പനി ഇത് കിട്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ക്ലെയിം സെറ്റിൽമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഉണ്ടാവുന്ന വലിയൊരു നഷ്ടം അല്ലേ, അവരുടെ ഭാഗത്ത് നിന്ന് വരാവുന്നൊരു കേസസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുവഴി അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്നിട്ടോ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള കേസസിൽ എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് മാത്രം നമ്മുടെ വിക്ടിംസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെനിഫിഷ്യറീസിന് കൊടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ. സോ although the development of insurance was extended mainly by the desire to cover the property lost at sea, the time of fire insurance, life assurance and whole range of other classes were introduced to meet the needs of the day. അപ്പോൾ നേരത്തേക്കാണ് മറൈൻ ഇൻഷുറൻസ് മാത്രം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഒക്കെ മാറി ഫയർ ഇൻഷുറൻസും മറ്റുള്ള തരത്തിലുള്ള ഇൻഷുറൻസും ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഒരു കാറ്റഗറിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ലൈഫ് ഇൻഷുറൻസ് തന്നെ ഇഷ്ടം പോലെ കാറ്റഗറി ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ലൈഫ് കവർ മാത്രം വരുന്ന തരത്തിലുള്ള, ടേം ഇൻഷുറൻസ് വരുന്ന തരത്തിലുള്ള, എൻഡോമെൻറ്റ് അല്ലേ, ഹോൾ ലൈഫ് പോളിസി, അങ്ങനെ ഒട്ടനവധി ടൈപ്പ് ഓഫ് പോളിസീസ് ഉണ്ട്. ജനറൽ ഇൻഷുറൻസിലാണെങ്കിലോ ഫയർ ആയിക്കോട്ടെ, മറൈൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അല്ലേ മറ്റുള്ള തരത്തിലുള്ള ഇൻഷുറൻസുകളായിക്കോട്ടെ. എന്താ ഈ മറ്റുള്ള തരം എന്ന് പറയുന്നത്, അതിൽ ഹെൽത്ത് ഇൻഷുറൻസ് വരും, വെഹിക്കിൾ ഇൻഷുറൻസ് വരും, ഓട്ടോമൊബൈൽ ഇൻഷുറൻസ് വരും, തേർഡ് പാർട്ടി ഇൻഷുറൻസ് വരും അല്ലേ. അങ്ങനെ കുറേയധികം ഇൻഷുറൻസ് അല്ലേ. തെഫ്റ്റോ ബർഗ്ലറി ഒക്കെ നടക്കുകയാണെങ്കിൽ അതിന് കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ട്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, അതിൻ്റെ ലോസ് റെഡ്യൂസ് ചെയ്യാനുള്ള ഇൻഷുറൻസ് പോളിസി ഉണ്ട്. ലോസ് ഓഫ് പ്രോഫിറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻഷുറൻസ് ചെയ്യാം. അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കേസസിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ഇൻഷുറൻസ് ചെയ്യും. ഇങ്ങനെ ഏത് തരത്തിലുള്ള റിസ്ക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ജനറൽ ഇൻഷുറൻസ് വഴി കവർ ചെയ്യാൻ പറ്റും. ക്ലിയർ. So this has a greatly accelerated in the development of reinsurance market. അപ്പോൾ ഇൻഷുറൻസും റീഇൻഷുറൻസ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. ഇൻഷുറൻസ് വന്ന് ഡയറക്റ്റായിട്ട് ഇൻഷുറൻസ് കൊടുക്കുന്നത്. എന്താ റീഇൻഷുറൻസ് അല്ലേ, ഒരു ഇൻഷുറൻസ് കമ്പനി അവർക്ക് കിട്ടുന്ന ഇൻഷുറൻസ് പോളിസിയുടെ ലോസിൻ്റെ എക്സ്റ്റെൻഡ് ഒഴിവാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു, മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഇതേ സബ്ജക്ട് മാറ്ററിനെ, സെയിം സബ്ജക്ട് മാറ്ററിനെ എന്ത് ചെയ്യും, ഇൻഷുറൻസ് ചെയ്യും. അതിന് പറയുന്ന പേരാണെന്ത്, റീ ഇൻഷുറൻസ്. അപ്പോൾ ഇൻഷുറൻസിൻ്റെ ബിസിനസ് വർദ്ധിച്ചതോടുകൂടി റീ ഇൻഷുറൻസ് ബിസിനസ്സും എന്ത് ചെയ്തു, വർദ്ധിച്ചു. കാരണം ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ ലയബിലിറ്റി, ഒബ്ലിഗേഷൻസിൻ്റെ റിസ്ക് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, റീ ഇൻഷുറൻസും ചെയ്തിട്ടുണ്ട്. ക്ലിയർ. അങ്ങനെയുള്ള ഇൻഡസ്ട്രി ഇപ്പോൾ വളരെയധികം ഉണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ ജനറൽ ഇൻഷുറൻസിൻ്റെ കേസിൽ GIC, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, GIC എന്ത് ചെയ്യുന്നു, ഇറ്റ് ആക്ട് ആസ് എ പ്രൈം റീ ഇൻഷുറർ ഫോർ ദി ഇന്ത്യയുടെ കേസ്. ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിൻ്റെ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസി ആയിട്ട് ജനറൽ ഇൻഷുറൻസ് കമ്പനി മാറിയിട്ടുണ്ട്, GIC. ഓക്കെ. അതിൻ്റെ കീഴിൽ ബാക്കി ഉള്ള ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നൊക്കെ വരുന്നത് ഇവിടെ റീ ഇൻഷുർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറച്ചുകൂടെ ലിബറലൈസ്ഡ് ആണ്. ഏത് കമ്പനിക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, റീ ഇൻഷുറൻസ് ഏറ്റെടുക്കാൻ പറ്റും. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു റീ ഇൻഷുറൻസ്. അതുപോലെ ഡബിൾ ഇൻഷുറൻസ് നമുക്കറിയാം അല്ലേ. ഒരേ സബ്ജക്ട് മാറ്ററിനെ തന്നെ എന്ത് ചെയ്യുന്നു, 2 or 3 അല്ലെങ്കിൽ അതിലധികമോ ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുർ ചെയ്യുന്നു. ക്ലിയർ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഡബിൾ ഇൻഷുറൻസ്. ക്ലിയർ. അപ്പോൾ ഈ ഡബിൾ ഇൻഷുറൻസും അല്ലേ, അത് അറിയാതെ, ഒരുപക്ഷെ ആൾക്കാർ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ ഡബിൾ ഇൻഷുറൻസ് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. ക്ലിയർ. നമുക്ക് LICയിൽ ഒരു പോളിസി എടുക്കാം, അല്ലെങ്കിൽ SBI ലൈഫിലും ഒരു പോളിസി എടുക്കാം അല്ലേ. അതുപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയിലും പോളിസി എടുക്കാം. അതിനൊന്നും പ്രോബ്ലം ഇല്ല. ക്ലിയർ. അപ്പോൾ അവിടെ LICയുടെ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസ് ഡബിൾ ഇൻഷുറൻസ് പോളിസിയൊക്കെ വെൽക്കമിങ് ആണ്. അതുപോലെ
ജനറൽ ഇൻഷുറൻസിൻ്റെ കേസിൽ ഡബിൾ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം എടുക്കുക. അതിൻ്റെ ആവശ്യകത ഇല്ല. കാരണം എന്താ, അങ്ങനെ എടുത്താൽ തന്നെയും നമുക്ക് കോമ്പൻസേഷൻ കിട്ടുന്നത് എന്തേ ഉള്ളൂ, ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ നഷ്ടം എത്രയാണോ സംഭവിച്ചിരിക്കുന്നത് അത് മാത്രമേ കിട്ടുള്ളൂ. ക്ലിയർ? ബാക്കിയുള്ള ഇൻഷുറൻസ് കമ്പനികളൊക്കെ എന്ത് ചെയ്യും, ഈ നഷ്ടത്തിനെ ഷെയർ ചെയ്ത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അറിയിക്കാതെ ഇപ്പോഴത്തുള്ള നെറ്റ്വർക്ക്ഡ് വേൾഡിൽ അറിയിക്കാതിരിക്കാനും കഴിയില്ല, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി മറ്റുള്ള കമ്പനികൾ അറിയും. ക്ലിയർ? അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാം. So in the modern world, insurance market is thus an immense and complex industry without the modern life, clear, without which modern life would be hardly be possible. Clear? അപ്പോൾ നമ്മുടെ ഒരു മോഡേൺ ലൈഫ്, എക്കണോമിക് ലൈഫ്, സോഷ്യൽ ലൈഫ്, അല്ലേ, ഫാമിലി ലൈഫ്, പേഴ്സണൽ ലൈഫ്, ഇതൊക്കെ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഇൻഷുറൻസ് ബിസിനസ് എന്ത് ചെയ്തിട്ടുണ്ട്, വളരെയധികം വികസിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പം ഇങ്ങനെയുള്ള വികസനത്തിൻ്റെ ഫലമായി നമുക്കറിയാം, whenever there is a large number of firms, അല്ലേ, large number of products, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നു. അപ്പം നേരത്തെ റെഗുലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഇൻഷുറൻസ് ആക്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻഷുറൻസ് അല്ലേ, റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, IRDA എന്ന് പറയുന്ന ഒരു ഏജൻസി നമുക്കുണ്ട്. ക്ലിയർ? അപ്പോൾ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് ബിസിനസ്സിനെ ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ കമ്പനികൾ എങ്ങനെ പ്രവർത്തിക്കണം, അല്ലേ, അതുപോലെ തന്നെ കമ്പനികൾക്ക് ആവശ്യമുള്ള ഗൈഡ് ലൈൻസ്, പോളിസി മെഷേഴ്സ് ഇതൊക്കെ കൊടുക്കുക. ക്ലിയർ? അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക, സൂപ്പർവൈസ് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു റെഗുലേറ്ററായിട്ട് IRDA ഇൻഷുറൻസ് മാർക്കറ്റിൽ മെർജ് ചെയ്ത് വന്നിട്ടുണ്ട്. ക്ലിയർ? ഇതെല്ലാം നമ്മൾ നേരത്തെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്തതാണ്, അല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് അതും റെഫർ ചെയ്യാം കേട്ടോ. അന്നത്തെ വീഡിയോ അല്ലെങ്കിൽ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ, സ്റ്റഡി മെറ്റീരിയൽ അതെല്ലാം നോക്കാം. ഓക്കെ. സോ എന്തിനു വേണ്ടി നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നു? സോ ദ റീസൺ വൈ വി നീഡ് ടു മേക്ക് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ, അല്ലേ, താഴെ പറയുന്ന റീസൺസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ക്ലിയർ? സോ റീസൺ ഫോർ ടേക്കിംഗ് ഇൻഷുറൻസ്, നമ്പർ 1, സ്പ്രെഡ്സ് ദി കോസ്റ്റ് ഓഫ് ലോസസ്, അല്ലേ, ലോസിൻ്റെ എക്സ്റ്റെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ലോസ് സ്പ്രെഡ് ചെയ്യാവുന്നു. ക്ലിയർ? ഒരാൾ തന്നെ സഫർ ചെയ്യുന്ന കംപ്ലീറ്റ് ലോസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കുറേ ആളുകളിലേക്ക് അതിനെ സ്പ്രെഡ് ചെയ്ത് ചെറിയ ചെറിയ എമൗണ്ട് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, ലോസ് വന്ന ആൾക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ, അല്ലേ, ലോസ് ഇല്ലാതായിട്ട് മാറും. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസ്കിനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും, അതിനെ കുറയ്ക്കാൻ പറ്റുന്നു. ദെൻ അതുകൊണ്ട് ഇൻഷുറൻസ് ആവശ്യമാണ്. ക്ലിയർ? ദെൻ ഇറ്റ് റെഡ്യൂസസ് ദി നീഡ് ഫോർ ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് ഫണ്ട്, അല്ലേ. ഓരോ കമ്പനികളും അവരവരുടെ പ്രൊട്ടക്ഷൻ, അവരവരുടെ അസറ്റ്സിനെയോ പ്രോപ്പർട്ടീസിനെയോ സ്റ്റോക്കിനെയോ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതിൽ വരുന്ന ലോസിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ റിസർവ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്ന, ഒരു ഫണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നതിന് പകരം, ക്ലിയർ, അത് ഇൻഷുറൻസ് കമ്പനി ഏൽപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇൻഷുറൻസ് കമ്പനി കുറേ ഭാഗത്ത് നിന്ന് ചെറിയ ചെറിയ എമൗണ്ടുകൾ ഇങ്ങനെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും, അത് ഒരു ഭാഗത്ത് ഫണ്ടായിട്ട് കീപ്പ് ചെയ്ത് വെച്ചിട്ട് എവിടെയാണോ നഷ്ടം വരുന്നത് അവർക്ക് കൊടുക്കും. ക്ലിയർ? ആ രീതിയിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോ കമ്പനികളും ഇൻഷുറൻസ് ഫണ്ട് കീപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഷുറൻസിൻ്റെ ഫലമായിട്ട് അത് ഒഴിവാക്കിക്കൊണ്ട് ജനറലായിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ദിസ് ഇസ് അനദർ നീഡ്. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ഗവൺമെൻറ്റ്സ് ആൻഡ് ഇൻഡസ്ട്രി. അതുപോലെ തന്നെ ഗവൺമെൻറ്റിനോ ഇൻഡസ്ട്രിക്കോ ബിസിനസ്സിനോ ഓർഗനൈസേഷനോ ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ, അല്ലേ. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനോ GICയോ അങ്ങനെയുള്ള ഓർഗനൈസേഷനോ ഇൻഷുറൻസ് കമ്പനികളൊക്കെ എന്ത് ചെയ്യുന്നു, കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചർ, ബോണ്ടുകളൊക്കെ വാങ്ങിക്കുന്നു, ഷെയറുകൾ വാങ്ങിക്കുന്നു. ക്ലിയർ? ഗവൺമെൻറ്റിന് ആവശ്യമായുള്ള ഫണ്ടുകൾ കടമായിട്ട് തന്നെ കൊടുക്കുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ, ക്യാപിറ്റൽ, അല്ലേ, അതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കൂടെ ചെയ്യുന്നു. ക്ലിയർ? സോ ഇറ്റ് പ്രൊവൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് ക്യാപിറ്റൽ ടു ദി ഗവൺമെൻറ് ആൻഡ് ഇൻഡസ്ട്രി. ദെൻ എൻകറേജസ് ലോസ് പ്രിവെൻഷൻ ആക്ടിവിറ്റി, അല്ലേ. ഇൻഷുറൻസ് എന്തിനൂടെ സഹായകരമാകുന്നുണ്ട്? എന്തുകൊണ്ട് ഇൻഷുറൻസ് വേണം? ബിക്കോസ് ഇൻഷുറൻസ് പ്രൊവൈഡ്സ് എ മെക്കാനിസം ഫോർ ലോസ് പ്രിവെൻഷൻ, അല്ലേ. ഇൻഷുറൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കണം. ഇൻഷുറൻസ് പോളിസി കിട്ടുമ്പോൾ തന്നെ നമുക്ക്, അല്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നഷ്ടം വന്നിട്ട് അതിനെ നികത്തുന്നതിനേക്കാളും നഷ്ടം വരാതിരിക്കാൻ ആവശ്യമുള്ള മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻഷുറൻസ് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു, അത്തരത്തിലുള്ള എല്ലാ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാൻ കമ്പനികൾ പ്രാപ്തമാകും, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ അതിന് ശ്രദ്ധിക്കും. അതിനുവേണ്ടി കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുകയും അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അവരുടെ ഭാഗത്തെങ്കിലും അവർ ചെയ്യും. ക്ലിയർ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രിവെൻറ്റീവ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് റിസ്കോ ലോസോ വരാനുള്ള സാധ്യത പരമാവധി കുറയ്ക്കാൻ പറ്റുന്നു. സോ ദ UK ഇൻഷുറൻസ് മാർക്കറ്റ്, in the UK insurance market in particular, gains about 70% of its own life business from abroad, so that it is
valuable invisible exporter which leads to the better standard of living. ക്ലിയർ. അതുപോലെ തന്നെ ചില രാജ്യങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉള്ള പോളിസികൾ പോലും ഈ രാജ്യങ്ങളിൽ കിട്ടുന്നു, UK പോലുള്ള രാജ്യങ്ങൾ. ക്ലിയർ. അപ്പോൾ അത് എന്തുപോലെയാണ്, അവിടെ ഉള്ള രാജ്യത്തുള്ള ഒരു സർവീസസ്, ഇൻഷുറൻസ് എന്ന് ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഓഫർ ചെയ്ത് അവരുടെ ഫണ്ട് അല്ലേ, ഫോറിൻ എക്സ്ചേഞ്ച് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്ക് മാറ്റുന്ന ഒരു ഡിവൈസ് ആയിട്ട് കൂടെ ഇത് എന്ത് ചെയ്യുന്നു, മാറുന്നു. ക്ലിയർ. ഇതൊക്കെ ഇതിൻ്റെ റീസണായിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ.